ആദ്യം നമ്മുടെ പേരോട് എന്താണ് കാപട്യം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മനസ്സിലാകാതെ പോണ്ടാന്നുള്ള നിലക്ക് ആദ്യം കാപട്യം എന്താണ് പേരോട് വിശദീകരിക്കട്ടെ. എന്തിനാ കാപട്യം എന്ന് പറയാം? കേട്ടോളൂ. വാക്കും പ്രവൃത്തിയും തമ്മിലും രഹസ്യവും പരസ്യവും തമ്മിലും പൊരുത്തക്കേടുണ്ടാകുന്നതാണ് കാപട്യം. വാക്കും പ്രവൃത്തിയും തമ്മിലും രഹസ്യവും പരസ്യവും തമ്മിലും പൊരുത്തക്കേടുണ്ടാകുന്നതാണ് കാപട്യം, നിഫാഖ്. വിശ്വാസങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഉണ്ടാവാം കാപട്യം. വിശ്വാസത്തിലെ കാപട്യമാണ് ഏറ്റവും ഗൗരവപ്പെട്ടത്. അപ്പൊ വാക്കും പ്രവൃത്തിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുക, അതാണ് കാപട്യം. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസമാണ് കാപട്യം. ഞാൻ ഒന്നും പറഞ്ഞ് ഏറണ്ട. ചിലപ്പോൾ വല്ല വാചകവും ഞാൻ മൂപ്പര് പറഞ്ഞതായിട്ട് ആവർത്തിക്കുമ്പോൾ വല്ലയിടത്തൊക്കെ പോയാൽ അവിടെ ഉള്ളാന്നുണ്ടായിരുന്നു, അത് നിങ്ങൾ കട്ടു, അവിടെ എന്തുണ്ടായിരുന്നു അത് നിങ്ങൾ ഒഴിവാക്കി എന്നൊക്കെ പറയും. ഞാൻ ഒന്നും പറയുന്നില്ല, എന്റെ വക പ്രത്യേക കമന്ററികളൊന്നുമില്ല. അവിടെ നിന്ന് ഇങ്ങനെ പറയും, നിങ്ങളമ്മനെ കേൾക്കുക. അപ്പോ കാപട്യം എന്താന്ന് മനസ്സിലായില്ലേ? ഇനി മൂപ്പര് ആദ്യം ഒന്ന് പറയുന്നത് കേൾക്കുക, പിന്നെ ചെയ്യുന്നതും നിങ്ങൾക്ക് കേൾക്കാം. ഓരോന്നോരോന്ന് വരട്ടെ. ഒന്നാമത്തത് വരട്ടെ. നീ പണത്തിന് വില കൽപ്പിക്കല്ല, അധികാരത്തിന് വില കൽപ്പിക്കല്ല, നിന്നെ കൈപിടിച്ച് മറ്റുള്ളവർ ചുംബിക്കണമെന്ന് ചിന്തിക്കല്ല, ജനങ്ങൾ നിന്നെ ബഹുമാനിക്കണമെന്ന് ആലോചിക്കല്ല. നീ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്മയോടെ ജീവിച്ചോ. നീ പണത്തിന് വില കൽപ്പിക്കല്ല, അധികാരത്തിന് വില കൽപ്പിക്കല്ല, നിന്നെ കൈപിടിച്ച് മറ്റുള്ളവർ ചുംബിക്കണമെന്ന് ചിന്തിക്കല്ല, ജനങ്ങൾ നിന്നെ ബഹുമാനിക്കണമെന്ന് ആലോചിക്കല്ല. നീ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്മയോടെ ജീവിച്ചോ. കണ്ടില്ലേ? ഇനിയിപ്പോ മൂപ്പരെ പതൊക്കെ അല്ലേ വാക്ക്. ഈ പ്രവൃത്തി എന്താന്ന് വരട്ടെ. ഇതെന്തിനാ ഇപ്പൊ കാണിച്ചെന്നറിയോ? അപ്പൊ വാക്ക് ഈ മൂപ്പരെന്നെ പറയട്ടെ എന്താ ഇപ്പൊ സംഭവിച്ചിരുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ വാക്കും പ്രവൃത്തിയും പൊരുത്തപ്പെടുന്നുണ്ടോ? പൊരുത്തപ്പെടുന്നില്ല. ഇതാ കാപട്യം. മൂപ്പരെന്നെ പറയട്ടെ. ഇത് ഞാൻ കാണിക്കാൻ വേറൊരു കാരണം കൂടി. ഇത് ഞാൻ കാണിക്കാൻ വിചാരിച്ചാലോ കേട്ടോ. ഇയാൾ ഓരോ പ്രസംഗത്തിലും എന്നോട് ഇങ്ങനെ പറയണേ, നിങ്ങൾ ഇന്റെ ആ പോക്കറ്റിക്ക് പൈസ ഇടണമെന്ന് ഇടക്കിടക്ക് കാണിക്കണം കേട്ടോ. കാരണം എന്താ? എന്നോട് നന്ദി പറയാണ്. സലഫിക്ക് നന്ദി, മൗലൈമാർക്ക് മുഴുവനും നന്ദി. എന്താ കാരണം? ഞാനിത് കാണിക്കൽ തുടങ്ങിയതിന്റെ ശേഷം സിറാജുൽ ഹുദയിലെ 2 ലക്ഷം എന്നുള്ള കലക്ഷൻ ഇപ്പൊ 3 ലക്ഷം ആയിക്കൊണ്ടേ. അപ്പൊ എന്നാ നമ്മളത് കാണിച്ചിട്ട് മൂപ്പരിക്ക് 2 റുപ്യ കിട്ടിക്കോട്ടെ. കൂടിയല്ലേ? കൂടിക്കോട്ടെ കേട്ടോ. അതിങ്ങനെ കൂടിക്കോട്ടെ എന്നുള്ള കേൾക്കണം. ഞാൻ നന്ദി പറയുന്ന ഒരാളോട് ഞാനൊരു പ്രത്യുപകാരം അങ്ങോട്ട് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാ കാണിച്ചത്. അപ്പൊ നിങ്ങൾ കാണിക്കാൻ പറഞ്ഞിട്ട് കാണിച്ചതാണ്. നിങ്ങളെ വരുമാനം കൂടിക്കോട്ടെ. ഇനി അടുത്തത് വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിറാസത്തിന് താടി മാനദണ്ഡമല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നു, അബ്ദുൽ നാസിർ മദനിയോട് വളരെ വിനയത്തോടെ ചോദിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാവിലൂടെ നിങ്ങൾ താടി വളർത്തണേ, നിങ്ങൾ താടി വളർത്താതെ താടി വടിക്കുന്നത് മുശ്രിക്കീങ്ങളെ ഏർപ്പാടാണ്, മജൂസികളെ ഏർപ്പാടാണെന്ന് അവിടുത്തെ ഹദീസിൽ ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ വ്യക്തമായി പറയുമ്പോൾ ഫത്ഹുൽ മുഈൻ അടക്കമുള്ള കിതാബുകളിൽ താടി വടിക്കുന്നത് ഹറാമാണെന്ന് വരെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ മറ്റു ചിലർ കറാഹത്താണെന്ന് പറഞ്ഞവരും ഉണ്ട്. ഏതായാലും വിരോധിക്കപ്പെട്ടതിനാണല്ലോ കറാഹത്ത് എന്ന് പറയുന്നത്. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താടി വടിക്കുന്നത് വിരോധിച്ചതാണെന്ന് സർവമഹാന്മാരും പറയുമ്പോൾ, അതേ താടി വളർത്തൽ സുന്നത്താണെന്ന് എല്ലാവരും പറയുമ്പോൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി സംസാരിക്കുന്നവർ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി സംസാരിക്കുന്നവർ, അല്ലാഹുവിന്റെ
അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കുന്നവര് അവർക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന് പറയുമ്പോ എന്നെ അബ്ദുൽ നാസർ മദനിയോട് ചോദിക്കട്ടെ, അതുപോലെ താടി പിടിക്കുന്നതിനെ ന്യായീകരിക്കുന്ന കക്കാട് പൈസയോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കണ്ടയോ? നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കണ്ടയോ? നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കണ്ടയോ? കണ്ടില്ലേ? ഇനി അടുത്ത വരട്ടെ, ഇനി എതിര് വരട്ടെ. എന്താ സാധനം? താടിയെല്ലാം കണ്ടാൽ ബ്രഷാക്കാൻ പറ്റും താടി. എന്നിട്ട് സാധനം അതും മനസ്സിലായില്ലേ? കുന്തത്തിന് ഈ രണ്ടൊരു കുന്താണ്, അതിനൊരു താടിയും. ഒരു കുന്തത്തിനൊരു താടി. ഇവിടെ മുറ്റടിക്കാൻ പറ്റുമായിരുന്നു സാധനം. എന്താ സാധനം? താടിയെല്ലാം കണ്ടാൽ ബ്രഷാക്കാൻ പറ്റും താടി. എന്നിട്ട് സാധനം അതും മനസ്സിലായില്ലേ? കുന്തത്തിന് ഈ രണ്ടൊരു കുന്താണ്, അതിനൊരു താടിയും. ഒരു കുന്തത്തിനൊരു താടി. ഇവിടെ മുറ്റടിക്കാൻ പറ്റുമായിരുന്നു സാധനം. ഇനി അടുത്ത വരട്ടെ, എന്താ ഇപ്പൊ സംഭവിച്ചത് എന്ന് മൂപ്പര് പറയട്ടെ. അപ്പൊ വാക്കും പ്രവൃത്തിയും പൊരുത്തപ്പെടുന്നുണ്ടോ? പൊരുത്തപ്പെടുന്നില്ല. ഇതാ കാപട്യം.